നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് അഭിരാമി. ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന ഒരൊറ്റ ചിത്രം മതി മലയാളി പ്രേക്ഷകർക്ക് അഭിരാമിയെ ഓർക്കാൻ. ചിത്രത്തിലെ ഗീതു എന്ന കഥാപാത്രമായി എത്തിയാണ് അഭിരാമി ശ്രദ്ധ നേടുന്നത്. മലയാളത്തിനു പുറമെ തമിഴിലും തെലുങ്കിലുമെല്ലാം നിരവധി ഹിറ്റുകളിലെ നായികയായി അഭിനയിച്ചിട്ടുണ്ട് താരം. ടെലിവിഷൻ അവതാരകയായും തിളങ്ങി. ഇടക്കാലത്ത് സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത അഭിരാമി ഇപ്പോൾ വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ്. ഗരുഡൻ എന്ന അഭിരാമിയുടെ പുതിയ ചിത്രം ഏകദേശം 4 വർഷത്തിന് ശേഷം അഭിരാമി അഭിനയിക്കുന്ന മലയാള സിനിമയാണിത്. സിനിമയുടെ റിലീസിനോടനുബന്ധിച്ച് നിരവധി അഭിമുഖങ്ങളിൽ അഭിരാമി പങ്കെടുക്കുകയും തന്റെ വിശേഷങ്ങൾ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ നടിക്കെതിരെ ചില കഥകൾ പറഞ്ഞെത്തിയിരിക്കുകയാണ് മാധ്യമപ്രവർത്തകനായ ബെയിൽവാൻ രംഗനാഥൻ. നടൻ കമൽഹാസന്റെയും അഭിരാമിയുടെയും സിനിമയെക്കുറിച്ച് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിരമാണ്ടി എന്ന ചിത്രത്തിലാണ് കമൽഹാസനൊപ്പം അഭിരാമി അഭിനയിച്ചത്. ചിത്രം സൂപ്പർ ഹിറ്റായിരുന്നു. പ്രത്യേകിച്ച് അഭിരാമിയുടെ പ്രകടനം മികച്ചതായിരുന്നു. വിരുമാണ്ടിക്ക് ശേഷം തമിഴിൽ അഭിരാമി വൻ തരംഗം സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും നടി അഭിനയത്തിൽ നിന്ന് തന്നെ പിന്നീട് അപ്രത്യക്ഷയായി. ഇപ്പോൾ ബെയിൽവാൻ രംഗനാഥൻ നടിയെക്കുറിച്ച് പറഞ്ഞത് വലിയ കോളിളക്കം സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ്. അഭിരാമി ഒരു നല്ല നടിയാണ്. കമൽഹാസനൊപ്പം വിരുമാണ്ടി എന്ന സിനിമയിൽ അവർ അഭിനയിച്ചു. ആ സിനിമയിൽ അഭിരാമിയെ കമൽഹാസൻ പീഡിപ്പിച്ചു. ഇതേ തുടർന്നാണ് അഭിരാമി വിദേശത്തേക്ക് പോയത്. അതിനുശേഷം നടി അവിടെ വിവാഹം കഴിച്ച് സ്ഥിര താമസമാക്കിയെന്നും വർഷങ്ങളോളം അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്തു. ഇപ്പോൾ നടി വീണ്ടും അഭിനയിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. മാത്രമല്ല, അവർ കമൽഹാസനൊപ്പവും അഭിനയിക്കും. മണിരത്നം സംവിധാനം ചെയ്യുന്ന തഗ് ലൈഫിലാണ് കമൽഹാസൻ ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്. തൃഷ, ജയൻ രവി തുടങ്ങിയവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഈ ചിത്രത്തിൽ അഭിരാമിയും പ്രധാന വേഷത്തിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. നടിയുടെ കഥാപാത്രം സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം ബെയിൽവാൻ രംഗനാഥനെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നു വരുന്നത്. ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നു എന്നാണ് പലരും അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. ചലച്ചിത്ര പ്രവർത്തകനും നടനുമാണ് ബെയിൽവാൻ രംഗനാഥൻ. 90കളിൽ നിരവധി സിനിമകളിൽ ഹാസ്യവേഷങ്ങളിലും ക്യാരക്ടർ റോളുകളിലും അഭിനയിച്ചിട്ടുണ്ട്. മാത്രമല്ല, പത്രപ്രവർത്തകനെന്ന നിലയിൽ സിനിമയുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ പതിവായി പോകുകയും വിവാദ ചോദ്യങ്ങൾ ചോദിച്ച് വാർത്തകളിൽ നിറയുകയും ചെയ്യാറുണ്ട്. പലപ്പോഴും നടന്മാരുടെയും നടിമാരുടെയും വ്യക്തി ജീവിതത്തെക്കുറിച്ച് യൂട്യൂബ് ചാനലുകളിലൂടെ സംസാരിച്ചാണ് അദ്ദേഹം വിവാദങ്ങൾക്ക് തുടക്കമിടുന്നത്. നയൻതാര, തൃഷ, രേഖ നായർ, ധനുഷ്, ഗൗണ്ടമണി തുടങ്ങി നിരവധി താരങ്ങളെ പറ്റി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. നടൻ വടിവേലു ഉൾപ്പെടെയുള്ള നടന്മാരെ പറ്റിയും പ്രേക്ഷകർക്ക് അറിയാത്ത കഥകളായിട്ടാണ് ബെയിൽവാൻ പറയുന്നത്. തമിഴ്നാട്ടിലടക്കം ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയെങ്കിലും താരങ്ങളാരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പൊതുവെ തന്നെ പറ്റിയുള്ള വാർത്തകൾ പ്രതികരിക്കാറുള്ള നടി അഭിരാമി ഈ വിഷയത്തിലും ഒരു വ്യക്തത വരുത്തുമെന്നാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്. അതേസമയം എന്തിനാണ് അന്ന് കരിയറിന്റെ പീക്കിൽ നിൽക്കുമ്പോൾ അഭിനയം നിർത്തിപ്പോയത് എന്ന ഒരു പൊതുപരിപാടിയിൽ കമൽ സർ പറയുന്നതിന് മുൻപേ അതേ കാര്യം സ്വകാര്യമായി നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു എന്നാണ് അഭിരാമി പറഞ്ഞത്. വഴക്ക് പറയുന്നത് പോലെ സ്നേഹത്തോടെയാണ് അഭിനയം നിർത്തിപ്പോയതിനെ കുറിച്ച് അദ്ദേഹം ചോദിച്ചത്. പക്ഷെ എന്തിനായിരുന്നു അത് ചെയ്തത് എന്ന് ചോദിച്ചാൽ ഇന്നും എനിക്ക് വ്യക്തമായ മറുപടി ഇല്ല, അഭിരാമി പറഞ്ഞിരുന്നു. You're watching me and you're watching me on metromatney.com. on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.